അവൻ പറയുന്നത് കേട്ട് അനങ്ങാതെ കണ്ണുകൾ പോലും ഒന്ന് ചിമ്മാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. എന്തേ, നിനക്ക് വല്ല എതിർപ്പുമുണ്ടോ? അവൻ അവളെ നോക്കി ഒരു പുരുകം പൊന്തിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ കണ്ണുകളൊന്ന് ചിമ്മി. ഉമിനീർ പ്രയാസപ്പെട്ട തൊണ്ടക്കുഴിയിൽ നിന്ന് ഇറക്കി. ശേഷം അവൾ തല താഴ്ത്തി മടിയിലേക്ക് നോക്കി. ചോദിച്ചത് കേട്ടില്ലേ നീ? നിനക്ക്? അവൻ അവളുടെ ഭാവം കണ്ട് അല്പം ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു വന്നെങ്കിലും പെട്ടെന്ന് അവനെ അമ്പരപ്പിച്ചുകൊണ്ട് അവൾ തലയുയർത്തി അവനെ നോക്കി ഒന്ന് ചിരിച്ചു. അവൻ ആ ചിരിച്ച മുഖത്തേക്കോ തന്നെ നോക്കിയിരുന്നു പോയി. ആദ്യമായാണ് അവൻ അവളെ ചിരിച്ചു കാണുന്നത്. അവളുടെ ചിരിച്ച മുഖം കാണാൻ വളരെയധികം ഭംഗിയുള്ളതുപോലെ അവന് തോന്നി. എങ്കിലും എന്തുകൊണ്ടോ ഇപ്പോഴുള്ള അവളുടെ ചിരി സന്തോഷം കൊണ്ടുള്ളതല്ല എന്ന് അവളുടെ കണ്ണുകൾ അവനോട് വിളിച്ചു പറഞ്ഞതുപോലെ അവന് തോന്നി. ഭദ്ര ഒന്നും മിണ്ടാതെ ചിരിച്ചുകൊണ്ട് അവന് നേരെ കൈകൂപ്പി. അവനത് കാണാൻ ദേഷ്യമാണ് തോന്നിയത്. നിക്ക് പൈസ തരില്ലേ? അവൻ അവനെ നോക്കി ചോദിച്ചു. നിനക്ക് അല്പം പോലും സെൽഫ് റെസ്പെക്റ്റും അഭിമാനമോ ഒന്നുമില്ലേ? സ്വന്തം ശരീരം വിറ്റിട്ട് തന്നെ വേണോ നിനക്ക് കാശ് സമ്പാദിക്കാൻ? അവൻ സോഫയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അവൾക്ക് നേരെ അലറി. അവൾ പേടിയോടെ പുറകിലേക്ക് ചാഞ്ഞുപോയി. നിൻ്റെ അത്ര മോശം പെണ്ണിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലടി, അവൻ അറപ്പോടെ പറഞ്ഞുകൊണ്ട് മുഖം വെട്ടിച്ചു. അവൾ തല താഴ്ത്തിയിരുന്നു. അത്രയ്ക്ക് ഗതികേട് കൊണ്ടടന്ന് അവൻ്റെ മുഖത്ത് നോക്കി വിളിച്ച് പറയണമെന്നുണ്ട്. മാനം മതി, മറ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഓടിപ്പോകണമെന്നുണ്ട്. പക്ഷേ അവൾക്കതിനൊന്നും സാധിച്ചില്ല. കൈകാലുകൾ വിലങ്ങിട്ട് കെട്ടിയിരിക്കുന്നത് പോലെ തോന്നി അവൾക്ക്. നാവ് അനങ്ങാത്തതുപോലെ. മനസ്സിൽ ലച്ചുവിൻ്റെ മുഖം മാത്രം നിറഞ്ഞു നിന്നു. അവളുടെ മുന്നോട്ടുള്ള സുരക്ഷിതമായ ജീവിതത്തിനു വേണ്ടി, അവളെ എങ്ങനെയും ഇത്രയും നാൾ അനുഭവിച്ച നരക ജീവിതത്തിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി, അവളുടെയെങ്കിലും മാനവും അഭിമാനവും സംരക്ഷിക്കാൻ വേണ്ടി താൻ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെട്ട് സ്വയം അപകാസിയായി നിന്നേ മതിയാകൂ എന്ന് അവൾക്കിതിനോടകം ബോധ്യമായതാണ്. അതിനാൽ തന്നെ അവൻ്റെ വെറുപ്പും മറുപ്പും നിറഞ്ഞ വാക്കുകൾ കേട്ട് ഉള്ളിൽ കരഞ്ഞുകൊണ്ട് അവൾ തികട്ടി വരുന്ന കണ്ണീരിനെ അടക്കി അവനെ നോക്കി. സാർ, പൈസ തരില്ലേ? അവൾ വീണ്ടും അവനോട് ആ ചോദ്യം ചോദിച്ചു. ഇത്രയും പറഞ്ഞിട്ടും അവളിൽ ഒരു കൂസലുമില്ല. അവൾ ലവലേശം പോലും ഉളുപ്പില്ലേ എന്നർത്ഥത്തിൽ അവൻ അവളെ നോക്കി. അവൻ നെറ്റി തടവി പല്ലിറുകെ കടിച്ചമർത്തി അവളെ നോക്കി. ശേഷം വേഗം അവളുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് അവളെ വലിച്ചെഴുന്നേൽപ്പിച്ചു. അവളുടെ ശരീരം അവനിലേക്ക് ചേർന്നു. അവളുടെ കണ്ണുകൾ മെഴിഞ്ഞു. അവൻ അവളുടെ ഒരു കൈമുട്ടിൽ പിടിമുറുക്കി മറ്റൊരു കൈ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചു. ഡാഷ് മോളെ, നിനക്ക് എത്ര പണം തന്നാൽ നീ നിൻ്റെ ഈ തൊഴിൽ നിർത്തും? എത്ര രൂപ തന്നാൽ നീ ഈ ശരീരം വിൽക്കുന്ന പണി നിർത്തുമെന്ന് അവൻ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ച് അവളെ നോക്കി ദേഷ്യത്തിൽ ചോദിച്ചു. ദേഷ്യത്താൽ അവൻ്റെ മുഖം ചുമന്നു തൊടുത്തിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വേദനയാൽ അവളുടെ മുഖം ചുളിഞ്ഞു. പറയടി! അവൻ വീണ്ടും അവളുടെ കവിളിലുള്ള കൈ മുറുക്കി. എനിക്ക് വേദനിക്കുന്നു, അവൾ വേദനയോടെ പറഞ്ഞു. ഇച്ചിരി വേദനിക്കട്ടെ, നിനക്ക് ഇത്രയൊന്നും വേദനിച്ചാൽ പോരാ, അവൻ പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ ഇന്നലെ തല്ലിയതിൻ്റെ വേദന അപ്പോഴും അവൾക്ക് പോയിരുന്നില്ല. കൂടാതെ തലയിലെ മുറിവിൻ്റെയും. അതിൻ്റെ കൂടെയാണ് അവൻ നൽകുന്ന ഇപ്പോഴുള്ള വേദനയും. അവളിൽ നിന്നൊരേങ്ങൽ പുറത്തേക്ക് വന്നു. അവൻ ദേഷ്യത്തിൽ കവിളിൽ പിടിച്ചു തന്നെ അവളുടെ സോഫയുടെ നേർക്ക് തള്ളി. അവൾ സോഫയിലേക്ക് വീണുപോയി. അവൻ ദേഷ്യത്തിൽ അവളെ ഒന്ന് നോക്കി അവിടുന്ന് നേരെ മെയിൻ ഡോറിന് നേർക്ക് ചെന്ന് അത് തുറന്ന് പുറത്തേക്ക് പോയി. അവൾ വീണ ഇടത്തേക്ക് തന്നെ മുഖം അമർത്തി ഉറക്കെ കരഞ്ഞു. അർജുൻ നേരെ പോയത് ഹോസ്പിറ്റലിലേക്കായിരുന്നു. അവൻ തന്നെയാണ് വണ്ടി ഓടിച്ചത്. കാർ നിർത്തി അവൻ അല്പം നേരം കാറിൽ തന്നെ ഇരുന്നു. ഭദ്രയോട് എന്തിനാ അത്രയ്ക്ക് ദേഷ്യപ്പെട്ടതെന്ന് അവന് തന്നെ അറിയില്ലായിരുന്നു. അവളെന്താ അങ്ങനെ? അവൾക്ക് മറ്റെന്തൊക്കെ തൊഴിൽ ചെയ്യാനുണ്ട്? എന്നിട്ട് അവൾ എന്തിനാ അവളുടെ ശരീരം വിൽക്കാൻ നടക്കുന്നത്? അവൻ പല്ല് ഞെരിച്ച് ആരോടൊന്നില്ലാതെ ചോദിച്ചു. എനിക്കെന്തിനാ അവൾ വേശ്യയാണെന്ന് അവർക്ക് ഇത്രയ്ക്ക് ദേഷ്യം വരുന്നത്? മറ്റു പലരും അവളെ തൊട്ടിട്ടും അവളെ പൂർണ്ണമായും അനുഭവിച്ചിട്ടും ഉണ്ടെന്ന് അവർക്ക് എന്തുകൊണ്ടാണ് എനിക്ക് വല്ലാതെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നുന്നത്? അവളെ കൊല്ലാനുള്ള ദേഷ്യം തോന്നുന്നത്? എൻ്റെ മനസ്സാകെ അസ്വസ്ഥമാകുന്നതും വല്ലാതെ പിടയുന്നതും എന്തിനാ? അവൻ സ്വയം ചോദിച്ചു പോയി. ഏറെ നേരം അവൻ സീറ്റിലേക്ക് ചാഞ്ഞു തന്നെ ഇരുന്നു. അവൻ്റെ ഉള്ളിൽ ആ നേരം അത്രയും ഭദ്ര മാത്രമായിരുന്നു. എനിക്ക് പൈസ തരില്ലേ? അവളുടെ ആ ചോദ്യം വീണ്ടും അവനിലേക്ക് എത്തിയതും അവൻ മുഷ്ടി ചുരുട്ടി. അതേ നേരം അവൻ്റെ ഫോണിലേക്ക് ശില്പയുടെ കോൾ വന്നു. അവന് ഫോൺ എടുക്കാൻ തോന്നിയില്ല. എന്നാൽ അവൾ വീണ്ടും വിളിച്ചതും ആദ്യം നെറ്റി ഒന്ന് തടവി. ശേഷം ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ അജു, നീ എന്താ ആദ്യം ഫോൺ എടുക്കാഞ്ഞത്? അല്ല, ഇന്നലെ എയർപോർട്ടിൽ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം നീ എന്നെ വിളിച്ചില്ലല്ലോ, അതെന്താ? ഫോൺ അവൻ അറ്റൻഡ് ചെയ്ത ഉടൻ ശില്പയുടെ നിർത്താതെയുള്ള ചോദ്യങ്ങൾ അവനെ തേടിയെത്തി. ഞാൻ കുറച്ച് തിരക്കിൽ പെട്ടുപോയി, അതാ നിന്നെ വിളിക്കാഞ്ഞത്, അർജുൻ പുറത്തേക്ക് നോക്കിയിരുന്ന് അവളോട് പറഞ്ഞു. എന്തു തിരക്ക്? പുതിയ സിനിമ ഷൂട്ടിംഗ് 2 ആഴ്ച കഴിഞ്ഞേ തുടങ്ങുമെന്ന് നീ പറഞ്ഞിരുന്നല്ലോ. പ്രൊമോഷൻ പരിപാടികളും കഴിഞ്ഞതല്ലേ, പിന്നെ എന്ത് തിരക്ക്? അവൾ ചോദിക്കുന്നത് കേട്ട് അവന് ദേഷ്യം തോന്നി. ശില്പ, ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും നിന്നോട് പറയണമെന്നാണോ? അവൻ അല്പം കടുപ്പിച്ച് തന്നെ ചോദിച്ചു. നീ എന്തിനാ ദേഷ്യപ്പെടുന്നത് അജു? നേരത്തെ നീ എല്ലാ കാര്യങ്ങളും എന്നോട് പറയുമായിരുന്നല്ലോ. ആ ഒരു ഓർമ്മയിൽ ഞാൻ ചോദിച്ചു പോയതാ. പണ്ടത്തെ പോലെ അല്ല നീ ഇപ്പോൾ എന്ന് ഞാൻ ഓർത്തില്ല, ശില്പ വിഷമത്തോടെ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. അർജുൻ വീണ്ടും നെറ്റിയൊന്ന് തടവി ഫോൺ മുറുകെ പിടിച്ചു.
പണ്ടത്തെ പോലെയല്ല നീ ഇപ്പോൾ എന്ന് ഞാൻ ഓർത്തില്ല. ശില്പയുടെ വാക്കുകൾ അവൻ ഓർത്തു. അത് ശരിയാണെന്ന് അവനും തോന്നി. പഴയതുപോലെ അവളെ വിളിക്കാനോ സംസാരിക്കാനോ അവളെ കാണാനോ ഒന്നിനും ശ്രമിക്കാറില്ല. അത് ഭദ്ര മൂലമാണോ എന്നൊരു സംശയം അവനുള്ളിൽ പെട്ടെന്ന് തോന്നിയെങ്കിലും ആ ചിന്ത മായിച്ച് അവളെയും മറ്റൊരു പുരുഷനെയും ഒരുമിച്ച് കാണാൻ പറ്റാത്ത സ്ഥിതിയിൽ കണ്ടതിൻ്റെ ആകാമെന്ന് അവൻ അവനോട് തന്നെ മറുപടി നൽകി. വീണ്ടും ഭദ്രയിലേക്ക് തന്നെ അവൻ്റെ ചിന്തകൾ പോയതും അർജുൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. മാസ്കിൻ്റെയും ക്യാപ്പിൻ്റെയും കാര്യം ഓർത്തതും അവൻ വേഗം തന്നെ കാറിൽ നിന്ന് അവ രണ്ടും എടുത്ത് ധരിച്ചു. ശേഷം യദുവിൻ്റെ അരികിലേക്ക് പോയി. ഇല്ലെന്നേ, അതാ എനിക്കിപ്പോഴും അവളുടെ കാര്യത്തിലുള്ള സംശയം. അർജുൻ റൂമിലേക്ക് കയറിയതും കേട്ടത് കീർത്തിയുടെ സംസാരമാണ്. ആ, നീ വന്നോ? എന്താടാ ലേറ്റായത്? റിയാസ് അർജുനെ കണ്ടപാടെ ചോദിച്ചു. ലേറ്റോ? അർജുൻ സംശയത്തോടെ ചോദിച്ചു. അല്ല, നീ ഇന്നലെ രാത്രിയിൽ പോയതല്ലേ? ഇപ്പോൾ ഉച്ച കഴിഞ്ഞു. രാവിലെ നിനക്കിങ്ങ് വരത്തില്ലായിരുന്നു? റിയാസ് ചോദിക്കുന്നത് കേട്ട് അവൻ കയ്യിൽ കിടക്കുന്ന വാച്ചിൽ ടൈം നോക്കി. 2 മണി കഴിഞ്ഞിരുന്നു. ഇത്രയും സമയമായോ എന്ന് അവൻ തന്നെ ഒന്ന് സംശയിച്ചു. ഇന്നലെ എപ്പോഴോ ഉറങ്ങിയതെന്ന് അവന് തന്നെ അറിയില്ല. ടോണി ഭദ്രയുമായി വന്നതും അതിനുശേഷം അവളെ നോക്കി ഏറെ നേരം ഇരുന്നതും അതിനുശേഷം എപ്പോഴാണ് അവൻ പോയി കിടന്നതും. എടാ, നീ ഇവിടെ ഒന്നും അല്ലേ? അർജുൻ്റെ തോളിൽ ഒന്ന് തട്ടി റിയാസ് ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. അർജുൻ അവനെ നോക്കി പറഞ്ഞുകൊണ്ട് ബെഡിൽ ഇരിക്കുന്ന യദുവിനരികിലേക്ക് ചെന്നു. ഹൗ ആർ യു? യദുവിനെ നോക്കി അർജുൻ ചോദിച്ചു. ഐ എം ഫൈൻ. തോൾ രണ്ടും ഉയർത്തി യദു പറഞ്ഞു. അർജുൻ്റെ നോട്ടം കീർത്തിയിലേക്ക് പോയി. കീർത്തിക്ക് ഇന്ന് ഡ്യൂട്ടി നൈറ്റാണോ? അർജുൻ അവളെ നോക്കി ചോദിച്ചു. നൈറ്റല്ല, ഡേ ഷിഫ്റ്റാണ്. പക്ഷെ ഞാനിന്നൊരു ഓഫ് എടുത്തു. കീർത്തി അവനെ നോക്കി പറഞ്ഞു. ഓഫ് എടുക്കാനുള്ള കാരണം കൂടി പറയണ്ടേ ഡോക്ടറെ? റിയാസ് കീർത്തിയെ നോക്കി ചിരിയോടെ പറഞ്ഞു. അർജുൻ അവനെ ഒന്ന് നോക്കി, പിന്നെ കീർത്തിയെ. എന്താ, യദുവിനെ നോക്കാൻ വേണ്ടിയാണോ? അർജുൻ ചെറിയ ചിരിയോടെ കീർത്തിയെ നോക്കി ചോദിച്ചു. എടാ എൻ്റെ അജു, ഇതൊന്നുമല്ല. ഇന്ന് കീർത്തിക്കൊരു പണി കിട്ടി. റിയാസ് പറഞ്ഞുകൊണ്ട് അവനരികിലേക്ക് വന്നു. എന്ത് പണി? അർജുൻ സംശയത്തോടെ ചോദിച്ചു. എടാ, ഭദ്രയില്ലേ? അവളെ ഇന്ന് രാവിലെ മുതൽ കാണാനില്ല. ഇന്നലെ അവൾ കിടത്തിയിരുന്ന റൂമിൽ അവളില്ലായിരുന്നു. റിയാസ് പറയുന്നത് കേട്ട് അവന് പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അവളെ കാണാതെ എങ്ങനെയാണ് കീർത്തിക്ക് പണിയാകുന്നത്? അർജുൻ സംശയത്തോടെ ചോദിച്ചു. അപ്പോൾ തന്നെ റിയാസ് രാവിലെ ഉണ്ടായ സംഭവ വികാസങ്ങൾ അർജുനോടായി പറഞ്ഞു. അർജുൻ താടിയൊന്നൊഴിഞ്ഞ് കീർത്തിയെ നോക്കി. എനിക്ക് തോന്നുന്നത് ഭദ്രയും അവളുടെ ആ തന്ത രഘുവും കൂടി പൈസ തട്ടാൻ വേണ്ടി നടത്തിയ പണിയാണെന്നാടാ. റിയാസ് അർജുനെ നോക്കി പറഞ്ഞു. അല്ല, ഭദ്രയുടെ അച്ഛൻ്റെ പേര് രഘു എന്നാണെന്ന് റിയാസിന് എങ്ങനെ അറിയാം? കീർത്തി പെട്ടെന്ന് സംശയത്തിൽ ചോദിച്ചു. അത് കേട്ട് അവനൊന്ന് പരങ്ങി. അത് രാവിലെ നീ തന്നെയല്ലേ പറഞ്ഞത്? പെട്ടെന്ന് യദു അവളെ നോക്കി പറഞ്ഞു. ആണോ? അവളൊന്ന് സംശയിച്ചു. നീ പറയാതെ പിന്നെ എങ്ങനെയാ ഞങ്ങൾ ആ പേര് അറിയുക? യദു കീർത്തിയെ നോക്കി പറയുന്നതിനൊപ്പം റിയാസിനെ നോക്കി കണ്ണുരുട്ടാനും മറന്നില്ല. അത് ശരിയാ, അവൾ പറഞ്ഞുകൊണ്ട് അർജുന നേരെ തിരിഞ്ഞു. അർജുൻ എന്ത് തോന്നുന്നു? ഭദ്ര അവളുടെ അച്ഛൻ്റെ കൂടെ ചേർന്ന് നാടകം കളിച്ചതാണെന്നോ അതോ അവളായിട്ട് ഇറങ്ങിപ്പോവുകയോ അതല്ല അവൾക്ക് മറ്റെന്തെങ്കിലും അപകടം സംഭവിച്ചതാകാമെന്നോ? എന്താ അർജുൻ്റെ കീർത്തി ചോദിക്കുന്നത് കേട്ട് റിയാസും യദുവും അർജുൻ്റെ മറുപടി കേൾക്കാൻ അവനെ ഉറ്റുനോക്കി. എടോന്നോ, അവൻ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു. എന്നാലും പറ യജു, നിനക്ക് എന്താ തോന്നുന്നത് ഭദ്രയുടെ മിസ്സിങ്ങിൽ? റിയാസ് വീണ്ടും അർജുനെ നോക്കി ചോദിച്ചു. എനിക്കൊന്നും തോന്നുന്നില്ലടാ. ചിലപ്പോൾ നീ പറഞ്ഞതുപോലെ അവളുടെ അച്ഛൻ്റെ കൂടെ കൂടി ഡ്രാമ കളിച്ചതുമാകാം, അതല്ലെങ്കിൽ അവളായിട്ട് എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോയതുമാകാം. അർജുൻ ആരെയും നോക്കാതെ മറുപടി നൽകി. എന്നാലും എനിക്ക് അങ്ങോട്ട് പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഭദ്ര അനിമിക്കായിരുന്നു. കൂടാതെ ഇന്നലെ ഉണ്ടായ ഇഞ്ചുറി ബ്ലഡ് കയറ്റി എന്ന് പറഞ്ഞാലും ക്ഷീണോ തലകറക്കൊക്കെ ഒന്ന് മാറി വരാൻ നല്ല റെസ്റ്റ് വേണം. പിന്നെ ഫുഡൊന്നും അങ്ങനെ കഴിച്ചിരുന്നില്ല. സോ എന്തായാലും എഴുന്നേറ്റ് അധികം ദൂരം നടക്കാൻ ഭദ്രയ്ക്ക് പ്രയാസം കാണും. ഓക്കെ ആകാൻ കാത്തു നിൽക്കാതെ അവൾ പോയത് എനിക്ക് മനസ്സിലാകുന്നില്ല. തനിയെ എവിടേക്കെങ്കിലും പോയതാണെങ്കിൽ കൂടി അവളുടെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല. ഇന്നലത്തെ അവളുടെ ബില്ലടച്ചത് ഞാനാണ്, കീർത്തി ആലോചനയോട് പറഞ്ഞു. അവളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ എന്താ? അവളുടെ അപ്പൻ ഇവിടെ നിന്ന് 19,000 രൂപ വാങ്ങിയില്ലേ? റിയാസ് അനിഷ്ടത്തോടെ പറഞ്ഞു. അതുമാത്രമല്ല റിയാസേ, ഇന്നലെ രാത്രി 10-നും 2-നും ഇടയിലുള്ള CCTV വിഷ്വൽസും മാത്രം ഇവിടുത്തെ റെക്കോർഡ്സിൽ നിന്ന് നഷ്ടമായി. അതെനിക്കെന്തോ സംശയമുണ്ടാക്കുന്നു. ഇനി ആരെങ്കിലും അവളെ ആക്രമിച്ച് തട്ടിക്കൊണ്ടു പോയതാണെങ്കിലോ? കീർത്തി ചോദിക്കുന്നത് കേട്ട് അർജുൻ അവിടെ നോക്കി. അവളെ ആര് തട്ടിക്കൊണ്ടു പോകാനാണ്? ഇതു ആലോചനയോടെ ചോദിച്ചു. അതെനിക്കറിയില്ല, പക്ഷേ ഭദ്രയുടെ മിസ്സിങ് അതിലെനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ടാക്കുന്നു, കീർത്തി ആലോചനയോടെ പറഞ്ഞു. എന്തായാലും അവളെ ഇവിടെ നിന്നല്ലേ കാണാതായത്? അവൾ വീട്ടിലെത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിച്ചേ മതിയാകും. എനിക്കല്ലേ ഒരു സമാധാനവും കിട്ടില്ല. അവൾ വീട്ടിലെത്തിയിട്ടില്ല എങ്കിൽ, അവളുടെ അച്ഛൻ പരാതി കൊടുത്തിട്ടില്ല എങ്കിൽ ഞാനായിട്ട് പോലീസിൽ പരാതി കൊടുക്കും. കീർത്തി പറഞ്ഞത് കേട്ട് ബാക്കി 3 പേരുടെ നോട്ടം അവളെ തന്നെയായിരുന്നു. അതെന്തിനാ? റിയാസ് സംശയത്തോടെ ചോദിച്ചു. അവൾ സേഫാണെന്ന് അറിയണമെന്നൊരു തോന്നൽ. ഇന്നലെ അവളോട് സംസാരിച്ചപ്പോൾ മുതൽ അവളോടൊരു അറ്റാച്ച്മെൻറ്റ് എനിക്ക് തോന്നി. ഭദ്ര ഒരു നിഷ്കളങ്കമായ പാവം പെണ്ണാണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കീർത്തി പറഞ്ഞത് കേട്ട് അർജുൻ്റെയും റിയാസിൻ്റെയും മുഖത്ത് പുച്ഛം നിറഞ്ഞു.
എന്നാൽ യദുവിൻ്റെ മുഖത്ത് ആശങ്കയായിരുന്നു. കീർത്തി, താനൊന്ന് പുറത്തേക്ക് നിൽക്കാവോ? എനിക്ക് ഇവരോട് അല്പം സംസാരിക്കണം. യദു പെട്ടെന്ന് കീർത്തിയെ നോക്കി പറഞ്ഞു. കീർത്തി അവനെ ഒന്ന് നോക്കി. ഓക്കെ, ഞാനൊരു കോഫി കുടിച്ചിട്ട് വരാം. കീർത്തി അവനെ നോക്കി പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോയി. അവൾ പോയതും അർജുൻ്റെയും റിയാസിൻ്റെയും നോട്ടം യദുവിലെത്തി.